വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഇന്നത്തെ ഈ ആഴ്ചയിലെ അവസാനത്തെ ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഇന്ന് 40ാമത്തെ വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്ന ജേക്കബ് ജോൺ ആൻഡ് ഗ്രേസ് ജേക്കബ്. ഈ കുടുംബത്തിന് വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ മാത്രമല്ല, മറ്റന്നാൾ ജേക്കബ് ജോൺ എന്ന ഈ സഹോദരൻ്റെ ജന്മദിനം കൂടിയാണ്. ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് ഈ കുടുംബത്തിന് വേണ്ടി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ലോകം എമ്പാടുമുള്ള ബ്ലെസ്സിങ് ടുഡേ പ്രേക്ഷകർ എന്നോട് ചേർന്ന് ഒരുമിച്ച് പ്രാർത്ഥിച്ചാൽ, നല്ല കർത്താവേ, ഇന്ന് ഈ പ്രോഗ്രാം അനേകർ കാണുവാൻ ഇടയായത് ഈ ഒരു കുടുംബം മുഖാന്തരമാണല്ലോ. അതുകൊണ്ട് കർത്താവേ, ഞങ്ങൾ ജേക്കബ് ജോൺ, ഗ്രേസ് ജേക്കബ് ഈ ദമ്പതികളുടെ 40ാമത്തെ വിവാഹ വാർഷികത്തിൽ ഞങ്ങൾ ഒരുമിച്ച് ആ കുടുംബത്തെ അനുഗ്രഹിക്കുന്നു. 4 പതിറ്റാണ്ടുകൾ ഈ വിവാഹ ജീവിതത്തെ കർത്താവ് ഇത്രത്തോളം അനുഗ്രഹിച്ച് നിറച്ചതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. മാത്രമല്ല കർത്താവെ, മറ്റന്നാൾ ജേക്കബ് ജോൺ എന്ന സഹോദരൻ്റെ ജന്മദിനം കൂടിയാണല്ലോ. അഡ്വാൻസായി അദ്ദേഹത്തെ അനുഗ്രഹിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ദൈവം അവർക്ക് കൊടുത്ത മക്കൾക്കായി ഈ സമയത്ത് ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. വിനീതനായി, സുമനായി പ്രാർത്ഥിക്കുന്നു. അവർക്ക് കൊടുത്ത കുഞ്ഞിനായി പ്രാർത്ഥിക്കുന്നു, ജുവാനായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. അതുപോലെ കർത്താവെ, വിനയക്കായി പ്രാർത്ഥിക്കുന്നു, ഷോമിനായി പ്രാർത്ഥിക്കുന്നു. ദൈവം കൊടുത്ത കുഞ്ഞുങ്ങൾ നേഹിക്കായും ഹന്നയ്ക്കായും പ്രാർത്ഥിക്കുന്നു. ആ കുടുംബത്തെ കർത്താവെ അങ്ങ് അനുഗ്രഹിക്കണമേ. മക്കളുടെയും തലമുറകളുടെയും അനുഗ്രഹം കർത്താവ് നിന്നിൽ നിന്നും പുറപ്പെടുവാനായി ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കുടുംബങ്ങൾ മുഴുവൻ ആത്മീയ വളർച്ചയിലും ആരോഗ്യത്തിലും സകല നന്മകളിലും വളരട്ടെ. അങ്ങയുടെ നാമത്തിൽ കർത്താവ് ഇവരെല്ലാവരും ചേർത്ത് അനുഗ്രഹിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി ടു ജേക്കബ് ജോൺ അങ്കിൾ ആൻഡ് ഗ്രേസ് ആൻറ്റി. ഓൾസോ many happy returns of the day to Jacob uncle in advance. God bless you. ഞങ്ങളെല്ലാവരും ലോകം എമ്പാടുമുള്ള അനേകർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ഇന്ന് അടിമാലിയിൽ നമ്മുടെ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ നടക്കുകയാണ്. അതുകൊണ്ട് ആ പരിസരങ്ങളിൽ ദൂരെയാണെങ്കിൽ പോലും വന്നെത്തിച്ചേരാവുന്ന എല്ലാവരും ഇന്ന് എത്തിച്ചേരണം. നാളെ ചെന്നൈയിൽ നമ്മുടെ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ നടക്കുകയാണ്. അതുകൊണ്ട് എല്ലാവരും തന്നെ അവിടെ വന്നു ചേരാവുന്ന എല്ലാവരും വരണം. വലിയ അനുഗ്രഹം ചെന്നൈയിൽ കർത്താവ് ചൊരിയും. കർത്താവ് ധാരാളമായി നമ്മെ അതിലൂടെ അനുഗ്രഹിക്കും. ഇന്നത്തെ നമ്മുടെ മെസ്സേജിലേക്ക് പോകുന്നതിന് മുൻപ് ചില പ്രൈസ് റിപ്പോർട്ടുകൾ ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഫയലിൽ കിടക്കുന്ന ചില പ്രൈസ് റിപ്പോർട്ടുകൾ. കണ്ണൂരിൽ നിന്നും സിന്ധു എന്ന ഒരു സഹോദരി റിപ്പോർട്ട് ചെയ്യുന്നത്, വിവാഹം കഴിഞ്ഞിട്ട് 11 വർഷമായി കുട്ടികളില്ലായിരുന്നു. എന്നാൽ ഇവിടെ വിളിച്ചു പറഞ്ഞ് ബ്ലെസ്സിങ് ടുഡേ പ്രേയറിൽ വിളിച്ചു പറഞ്ഞ് പ്രാർത്ഥിച്ചു. ആ മാസം തന്നെ ഗർഭിണിയായി, ഇപ്പോൾ പ്രസവിച്ചു. ഒരു ആൺകുട്ടിയെ ദൈവം അവർക്ക് കൊടുത്തു. കൺഗ്രാജുലേഷൻസ്. എന്നെങ്കിലും കൊച്ചിയിൽ വരികയാണെങ്കിൽ കുഞ്ഞിനെ കൊണ്ടുവരണം, ഞങ്ങൾക്കൊന്ന് കാണാൻ വലിയ ആഗ്രഹമുണ്ട്. ശുഭ പണിക്കർ പൂനെയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്, ഈ സഹോദരിയുടെ 21 വയസ്സുള്ള മകൻ സ്ഥിരമായി ജോലിക്ക് പോവുകയോ വീട്ടിൽ വരികയോ ചെയ്യില്ലായിരുന്നു. അതുപോലെ ചീത്ത കൂട്ടുകെട്ടുണ്ടായിരുന്നു. ഈ അമ്മ ലെറ്റർ അയച്ച് ബ്ലെസ്സിങ് ടുഡേയിൽ പ്രാർത്ഥനാ സഹായം ചോദിച്ചിരുന്നു. പ്രാർത്ഥനയുടെ ഫലമായി ആ മകൻ്റെ സ്വഭാവം മാറി. താങ്ക് ഗോഡ്. ഇപ്പോൾ ജോലിക്ക് പോകുന്നുണ്ട്, സ്ഥിരമായി വീട്ടിൽ വന്നു തുടങ്ങി. അതുപോലെ ചീത്ത കൂട്ടുകെട്ടിൽ നിന്നെല്ലാം വിടുതൽ ലഭിച്ചു. ദൈവം ആ മകനിൽ അത്ഭുതം ചെയ്തു എന്ന് ഈ അമ്മ റിപ്പോർട്ട് ചെയ്യുക. ഇതുപോലെ ഭാരപ്പെടുന്ന പല അമ്മമാരും കാണും. എന്നാൽ പൂനെയിൽ പ്രവർത്തിക്കാൻ കഴിയുള്ള യേശുവിന് നിങ്ങൾക്ക് വേണ്ടിയും പ്രവർത്തിക്കാൻ കഴിയും. ഹരിയാനയിൽ നിന്ന് ഓമന ബാബു, ഈ സഹോദരിയുടെ ഭർത്താവിന് ജോലി സംബന്ധമായ പ്രശ്നം ഉണ്ടായിരുന്നു. ആ സമയത്താണ് ബ്ലെസ്സിങ് ടുഡേ പ്രോഗ്രാമിൽ ഈ വിഷയത്തിന് വേണ്ടി, ജോലി സംബന്ധമായ പ്രശ്നങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അന്ന് തന്നെ തനിക്ക് വേറെ ജോലി ലഭിച്ചു. അതുപോലെ മകൾക്ക് വെയിൽ അടിച്ചാൽ ഭയങ്കര അലർജി ഉണ്ടാകുമായിരുന്നു. കൈകൾ രണ്ടിലും ചെറിയ ചെറിയ കുരുക്കൾ വരുമായിരുന്നു. എന്നാൽ ബ്ലെസ്സിങ് ടുഡേ പ്രോഗ്രാമിൽ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഈ വിഷയം പ്രാർത്ഥിച്ചു. പൂർണ്ണമായ സൗഖ്യം കർത്താവ് കൊടുത്തു. ഇനി ഒത്തിരി പ്രൈസ് റിപ്പോർട്ടുകൾ ഫയലുകളിൽ കിടക്കുകയാണ്. എന്നാൽ സമയമുള്ളതുപോലെ ഞാൻ നിങ്ങളത് വായിച്ച് കേൾപ്പിക്കുന്നതായിരിക്കും. തുടർന്ന് ഇന്നലെ നമ്മൾ കേട്ട സന്ദേശത്തിൻ്റെ തുടർച്ചയായ ഭാഗങ്ങളിലേക്ക് പോവുകയാണ്. വാച്ച് ദിസ്. വലിയൊരു ട്രാൻസ്ഫോർമേഷൻ നിങ്ങളുടെ അകത്തുണ്ടാകാൻ ഇതിലൂടെ കർത്താവ് സഹായിക്കട്ടെ. ഉറവിൽ ഉപ്പിടുക എന്താണെന്ന് കേൾക്കുക.
James chapter 1. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം verses 13, 14 and 15. 1-ാം അധ്യായത്തിന്റെ 13, 14, 15 വചനങ്ങൾ. Desire conceives and gives birth to sin. Sin conceives and gives birth to death. മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു. പാപം പൂർണ്ണ വളർച്ചയെത്തുമ്പോൾ മരണത്തെ ഉളവാക്കുന്നു. This is the starting point of every sin. എല്ലാ പാപങ്ങളുടെയും ആദ്യ പോയിന്റ് എന്നുള്ളത് ഇവിടെയാണ്. Desire. ആഗ്രഹം, മോഹം. There are two kinds of desires. രണ്ട് തരത്തിലുള്ള മോഹങ്ങളുണ്ട്. Good desires and bad desires. നല്ല മോഹങ്ങളും ചീത്ത മോഹങ്ങളും. Holy desires, unholy desires. വിശുദ്ധിയുടെ ആഗ്രഹങ്ങളും മോഹങ്ങളും അശുദ്ധിയുടെ ആഗ്രഹങ്ങളും മോഹങ്ങളും. All the sinful desires, all the bad desires conceives and gives birth to sin. നിങ്ങൾക്കറിയാമോ, എല്ലാ തെറ്റായ മോഹങ്ങളും എല്ലാ അശുദ്ധിയുടെ മോഹങ്ങളും അത് ഗർഭം ധരിക്കുന്നുണ്ട്. എന്നിട്ട് അത് പ്രസവിക്കുന്ന എന്തിനെയാണ്? പാപത്തെ പ്രസവിക്കുന്നു. And sin conceives and gives birth to death. എന്നാൽ ഈ മോഹത്തിലൂടെ വന്നിട്ടുള്ള ഈ പാപം, ആ പ്രസവിക്കപ്പെട്ട പാപം അത് വളർന്നു വളർന്ന് പൂർണ്ണ വളർച്ചയെത്തുമ്പോൾ അത് മരണത്തെ ഉളവാക്കുന്നു. Can you say amen? എത്ര പേർ ആമേൻ പറയും? So to avoid death you have to avoid sin. അങ്ങനെയെങ്കിൽ മരണം നിങ്ങൾക്ക് ഒഴിവാക്കണമോ? ഒരൊറ്റ കാര്യമുള്ളൂ, പാപം ഒഴിവാക്കുക. The wages of sin is death. നിങ്ങൾക്കറിയാം, പാപത്തിന്റെ ശമ്പളം മരണമത്രേ. So if you want to avoid sin, you have to avoid evil desires. നിങ്ങൾക്ക് പാപത്തെ ഒഴിവാക്കണം, മരണത്തെ ഒഴിവാക്കാൻ പാപത്തെ ഒഴിവാക്കണം. പാപത്തെ ഒഴിവാക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ദുഷ്ടചിന്തകളെ, അശുദ്ധിയുടെ ചിന്തകളെ മാറ്റണം, മോഹത്തെ മാറ്റണം. Now let's go back to Old Testament. ഇനി നമുക്ക് പഴയ നിയമത്തിലേക്ക് പോകാം. Jeremiah chapter 17. യിരെമ്യാവിന്റെ പ്രവചന പുസ്തകം 17-ാം അധ്യായം verse 9 and 10. അതിനകത്ത് 9, 10 വചനങ്ങൾ. The heart is deceitful above all things and beyond cure. Who can understand it? അവിടെ എഴുതിയിട്ടുണ്ട്, ഹൃദയം എല്ലാറ്റിനേക്കാളും കാപട്യവും ദുഷ്ടതയുമുള്ളത്, ആർക്കാണ് അതിനെ ഗ്രഹിക്കാൻ കഴിയുന്നത്? The human heart is deceitful above all things and beyond cure. നിങ്ങൾക്കറിയാമോ, ആ ഒന്നിനെ സൗഖ്യമാക്കാൻ കഴിയാത്ത വിധത്തിൽ കാപട്യവും അതുപോലെ ദുഷ്ടതയും ഉള്ള ഒന്നാണ് മനുഷ്യഹൃദയം എന്നുള്ളത്. You know your heart. നിങ്ങൾക്കറിയാം നിങ്ങളുടെ ഹൃദയം എങ്ങനെയുണ്ടെന്ന്. It is like a water fountain. ഇത് ഒരു വെള്ളത്തിന്റെ ഉറവ പോലെയാണ്. Always 24/7 water is gushing out. എല്ലാ സമയവും താഴേന്ന് ഉറവ ഇങ്ങനെ പൊങ്ങി വരുന്ന പോലെ ഒന്ന് കഴിയുമ്പോൾ ഒന്നായി ചിന്തകൾ ഇങ്ങനെ നമ്മുടെ ഹൃദയത്തിൽ പൊങ്ങിക്കൊണ്ടിരിക്കും. You cannot stop it. നമുക്കൊരിക്കലും അതിനെ നിർത്തലാക്കാൻ സാധ്യമല്ല. So I'm going to give you an illustration from the Old Testament. പഴയ നിയമത്തിൽ നിന്ന് ഒരു ചിത്രീകരണം ഞാൻ നിങ്ങളോട് പറയാൻ പോകുകയാണ്. Let's go to 2 Kings chapter number 2. ഇനിയിപ്പോ നമുക്ക് 2 രാജാക്കന്മാർ, അത് പഴയ നിയമത്തിലെ പുസ്തകത്തിന്റെ പേരാണ്. 2 രാജാക്കന്മാരുടെ പുസ്തകം 2-ാം അധ്യായത്തിലേക്ക്. Verse number 19 through 22. ഇപ്പോൾ 19 മുതൽ 22 വരെയുള്ള വേദഭാഗങ്ങൾ. The men of the city said to Elisha, "Look, our Lord, this town is well situated, as you can see, but the water is bad and the land is unproductive." ആ നഗരത്തിലെ ആളുകൾ ഏലീശയോട്, അങ്ങ് കാണുന്നത് പോലെ ഈ നഗരത്തിന്റെ സ്ഥാനം നല്ലത് തന്നെ, എന്നാൽ ഇതിലെ വെള്ളം മലിനവും നാട് ഫലശൂന്യവുമാണ് എന്ന് പറഞ്ഞു. People believe that this city is the city of Jericho. എല്ലാവരും വിശ്വസിക്കുന്നത് ഈ നഗരം എന്നുള്ളത് അത് യെരിഹോ നഗരമായിരുന്നു എന്നാണ്. So it was the time of the ministry of Elisha the prophet. അത് ഏലീശ പ്രവാചകൻ ഇസ്രായേലിൽ പ്രവാചകനായിരിക്കുന്ന കാലഘട്ടത്തിലെ ഒരു സംഭവമാണിത്. So the people of the city of Jericho came to Elisha and they complained. ഇവിടെ ഇപ്പോൾ യെരിഹോ പട്ടണത്തിലെ ആളുകൾ ഏലീശ പ്രവാചകന്റെ അടുക്കൽ വന്ന് ഒരു പരാതി ബോധിപ്പിക്കുകയാണ്. Prophet, look, the city is so beautiful and it has a very good landscape and nature, but the problem is the water is bad.
ആളുകൾ വന്നിട്ട് പറയുകയാണ്, പ്രവാചക നോക്കൂ, അങ്ങ് കാണുന്നത് പോലെ തന്നെ ഈ പട്ടണം വളരെ നല്ലതാണ്, ഇവിടുത്തെ ഭൂപ്രദേശങ്ങൾ എല്ലാം വളരെ മനോഹരമാണ്, കെട്ടിടങ്ങൾ മനോഹരമാണ്. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, ഇതിലെ വെള്ളം മലിനമാണ്, അത് നിമിത്തം നാട് ഫലശൂന്യവുമാണ്. No cultivation. അവിടെ കൃഷി രീതികളൊന്നുമില്ല. Why? എന്തുകൊണ്ട്? Because the water is bad. കാരണം വെള്ളം മലിനമാണ്, നല്ലതല്ല. What the prophet is going to do? ഇപ്പോൾ ഈ പ്രവാചകൻ എന്താണ് ചെയ്യുന്നത്? Verse number 20. Bring me a new bowl, he said. അവിടെ നാം കാണുന്നു, അതിന് പരിഹാരമായിട്ട് പ്രവാചകൻ പറയണം, ഒരു പുതിയ പാത്രം കൊണ്ടുവരുവിൻ. And put salt in it. എന്നിട്ട് പറയുകയാണ്, അതിൽ ഉപ്പിടുവിൻ. Everybody say salt. എല്ലാവരും പറയാമോ? ഉപ്പ്. So the people of the city, they brought a new bowl and some salt in it. അങ്ങനെ ആ പട്ടണത്തിലുള്ള നിവാസികൾ ഒരു പുതിയ പാത്രവും അതിൽ കുറെ ഉപ്പുമായിട്ട് വന്നു. Verse number 21. 21ാമത്തെ വചനം. Then he went out to the spring and threw the salt into it. അദ്ദേഹം നീരുറവിന്റെ അടുത്ത് ചെന്ന് അതിൽ ഉപ്പിട്ടു. The prophet, the man of God, ഇവിടെ ഇതാ ദൈവപുരുഷനായിട്ടുള്ള പ്രവാചകൻ took salt in the bowl ആ പുതിയ പാത്രത്തിലുള്ള ഉപ്പ് and he's walking. അതുമായിട്ട് നടക്കുകയാണ്. He's walking. നടക്കുകയാണ്. See, he could put water in any part of the river. അയാൾക്ക് വേണമെങ്കിൽ, ഈ ദൈവപുരുഷന് വേണമെങ്കിൽ നദിയിൽ എവിടെങ്കിലും കൊണ്ടുപോയി ഉപ്പിട്ടാ മതിയായിരുന്നു. He did not do that. പക്ഷേ നദിയിൽ എവിടെ ഇടുന്ന പരിപാടി താൻ ചെയ്തില്ല. Where is he going? പകരം എവിടേക്കാണ് പോയത്? He is going to the starting point of the river. പകരം നദിയുടെ ഉത്ഭവ സ്ഥാനം എവിടെയാണോ ആ സ്ഥാനം നോക്കി താൻ ചെന്നെത്തി. He went to the water spring. അവിടെ നദിയുടെ ഉത്ഭവ സ്ഥാനമായി ഉറവിൽ താൻ എത്തിച്ചേർന്നു. And then he threw the salt in the bowl into the starting point of the river. എന്നിട്ട് ആ ഉറവിലേക്ക്, ആ നദിയുടെ ഉത്ഭവ സ്ഥാനമായി ഉറവിലേക്ക് തന്റെ കയ്യിലിരുന്ന ഉപ്പ് താൻ ഇട്ടു. Then he started prophesying. എന്നിട്ട് താൻ പ്രവചിക്കാൻ തുടങ്ങി. He said, this is what the Lord says. ഇതാണ് ദൈവം, യഹോവയായ ദൈവം അരുളി ചെയ്യുന്ന കാര്യം. I have healed this water. ഇതാ ഞാൻ ഈ ജലം ശുദ്ധമാക്കിയിരിക്കുന്നു. Never again will it cause death or make the land unproductive. ഇനിമേൽ ഇത് മരണത്തിനോ മണ്ണിന്റെ ഫലശൂന്യതയ്ക്കോ കാരണമാകില്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു. Are you listening to me? എത്ര പേര് എന്നെ ശ്രദ്ധിച്ചു കേൾക്കുന്നുണ്ട്? So till that day, ആ ദിവസം വരെയും there was no cultivation, the land was unproductive. യെരിഹോ പട്ടണത്തിന് ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ യാതൊരുവിധ കൃഷി ഉണ്ടായിരുന്നില്ല, അത് ഫലശൂന്യമായിരുന്നു. And so many people were dying. അവിടെ ഒത്തിരി ആളുകൾ ഈ വെള്ളം കുടിച്ച് കുടിച്ച് മരിച്ചു പോയിട്ടുണ്ട്. Now the man of God is saying, അതുകൊണ്ട് ഇപ്പോൾ ദൈവപുരുഷൻ അവിടെ നോക്കി നിന്നിട്ട് പറയുകയാണ്, no more deaths. ഇനി മരണമില്ല. No more deaths. ഇനി മരണമില്ല. Verse number 22. 22ാമത്തെ And the വചനത്തിൽ, water has remained wholesome to this day according to the word Elisha had spoken. അവിടെ എഴുതിയിരിക്കുന്ന ഏലീശ പറഞ്ഞ വാക്കനുസരിച്ച് ആ ജലം ഇന്നും ശുദ്ധമായി തന്നെ ഇരിക്കുന്നു. It is a huge miracle. ഇതൊരു അത്ഭുതകരമായ ഒരു വലിയ അത്ഭുതമാണ്. No water purifier. ഒരു വെള്ള ശുദ്ധീകരണ യന്ത്രങ്ങളുമില്ലാതെ, They did not put ammonia in it. അവിടെ അതിനകത്തേക്ക് ഒരു അമോണിയ ഇട്ടിട്ടില്ല, No alum. ആലം അവരിട്ടില്ല, Nothing. ഒന്നും തന്നെ അവരിട്ടില്ല. Just salt. വെറുതെ ഉപ്പ് മാത്രം ഇട്ടു. And the words of prophecy came. ആ ഉപ്പിട്ടതിന് ശേഷം വചനം പ്രവചനമായി അവിടെ ഇറങ്ങി The വരികയാണ്. whole river became holy. ആ മുഴുവൻ വെള്ളവും നദിയും ഇപ്പോൾ വിശുദ്ധമായി കഴിഞ്ഞു. Hallelujah. Now the fountain ഇപ്പോൾ ആ ഉറവ് in the New Testament, പുതിയ നിയമത്തിലേക്ക് in വരുമ്പോൾ the spiritual meaning, ആത്മീക അർത്ഥത്തിൽ the fountain is the fountain of thoughts that is coming from the human heart. ഇനി പുതിയ നിയമത്തിലേക്ക്, നമ്മുടെ സബ്ജക്റ്റിലേക്ക് നമുക്ക് മടങ്ങി വരാം. ഈ ഉറവ് എന്നുള്ളത് പുതിയ നിയമത്തിൽ ഒരു മനുഷ്യന്റെ ചിന്തകൾ പൊങ്ങി വരുന്ന ഹൃദയമാണ്. Evil desires brings forth sins. ദുഷ്ടമോഹങ്ങൾ പാപത്തെ പ്രസവിക്കുന്നു. And sins
give birth to death. എന്നാൽ പാപം വളരെ കാലം കഴിയുമ്പോൾ മരണത്തെ പേറുന്നു. You cannot stop death until you stop sins. നിങ്ങൾക്ക് പാപത്തെ ജയിക്കാത്തിടത്തോളം സമയം മരണത്തെ നിർത്താൻ സാധ്യമല്ല. You cannot stop sins until you stop evil desires in heart. നിങ്ങളുടെ ജീവിതത്തിലെ പാപത്തെ നിർത്തണമെങ്കിൽ ആദ്യം നിങ്ങളുടെ ഹൃദയത്തിലെ ചിന്തകളെ നിർത്തലാക്കാൻ സാധിക്കണം. How can you stop evil desires? എങ്ങനെയാണ് ഇത്തരം ദുഷ്ടചിന്തകളെ മോഹങ്ങളെ നമുക്ക് നിർത്തലാക്കാൻ സാധിക്കുന്നത്? What did the prophet do? എന്താണ് ആ പ്രവാചകൻ He ചെയ്യുന്നത്? put salt into the source. ആ ഉത്ഭവ സ്ഥാനത്തേക്ക് ഉപ്പ് കൊണ്ടുപോയിട്ടു. In the same way, അതുപോലെ തന്നെ if you put the real salt in the heart, your heart will be purified and there will be no sin coming from out of it, and the death will be stopped. അതുപോലെ തന്നെ നിങ്ങളുടെ പാപത്തിന്റെ മോഹങ്ങളുടെ ഉത്ഭവസ്ഥാനമായിട്ടുള്ള ഹൃദയത്തിനകത്തേക്ക് ഉപ്പിടാനായിട്ട് ഇന്ന് നിങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ മേലിൽ ആ ഹൃദയത്തിൽ നിന്ന് ദുഷ്ടചിന്തകളും പാപങ്ങളും പുറത്തു വരികയില്ല. Can you shout a big എത്ര hallelujah? പേർ ശബ്ദത്തിൽ ഹല്ലേലൂയ പറയൂ? Romans chapter 10 and verse number 9 says, റോമർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വചനം പറയുകയാണ്, if you believe that Jesus was risen from the dead in your heart, and if you confess with your mouth that Jesus is Lord, you will be saved. യേശുവിനെ കർത്താവെന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് അവനെ ഉയർപ്പിച്ചുവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. Hallelujah. ഹല്ലേലൂയ. Listen to me. ദയവായി എന്നെ ശ്രദ്ധിച്ചാലും All the fountains are here. എല്ലാ ഉറവുകളും ഇവിടെയാണ് ഇരിക്കുന്നത്. So holiness also should start from here. അങ്ങനെയെങ്കിൽ ഈ ഉറവിൽ നിന്ന് തന്നെയാണ് വിശുദ്ധിയും വെളിയിലേക്ക് വരുന്നത്. Hallelujah. So if you want to lead a holy life, നിങ്ങൾ ഒരു വിശുദ്ധ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ not just changing your works will not do any good. നിങ്ങളുടെ പ്രവർത്തികൾ മാറ്റിയത് കൊണ്ട് മാത്രം പ്രയോജനമില്ല. But you have to change the source. പകരം നിങ്ങളുടെ ഉറവിനകത്താണ് മാറ്റം വരുത്തേണ്ടത്. Hallelujah. ഹല്ലേലൂയ. That's why Jesus said in Revelation chapter 3 and verse number 20. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 20-ാമത്തെ വചനത്തിൽ പറയുന്നത്, Behold, I am knocking at the door. ഇതാ ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. If anyone opens the door, I will come in. ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അകത്തേക്ക് പ്രവേശിക്കും. Now in Jesus there is no sin. നിങ്ങൾക്കറിയാമോ, യേശുവിൽ പാപമില്ല. And Jesus is full of holiness. യേശുവിൽ പൂർണ്ണമായും വിശുദ്ധിയുടെ പൂർണ്ണതയാണുള്ളത്. The real salt from heaven. സ്വർഗ്ഗത്തിൽ നിന്നുള്ള യഥാർത്ഥ ഉപ്പ് യേശുവിലുണ്ട്. The real salt that was put into this world by the Father is Jesus. നിങ്ങൾക്കറിയാമോ, സ്വർഗ്ഗത്തിലെ പിതാവിനാൽ ഭൂമിയെ വിശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് സ്വർഗ്ഗത്തിലെ പിതാവ് ഈ ഭൂമിയിലേക്ക് ഇട്ട ഉപ്പാണ് യേശു തമ്പുരാൻ. Somebody shout Jesus. എത്ര പേർ ഉറക്കെ പറയും യേശു? Jesus. യേശു. Now if you put that heavenly salt into your heart, the fountain, the source, the spring will be purified. ഒരിക്കൽ കൂടെ ഞാൻ ആവർത്തിക്കാം, സ്വർഗ്ഗത്തിലെ പിതാവിട്ട ആ ഉപ്പായിട്ടുള്ള യേശു കർത്താവിനെ നിന്റെ ഹൃദയത്തിലേക്ക് ഉപ്പായി നീ ഇട്ടിട്ടുണ്ടെങ്കിൽ നിന്റെ ഹൃദയത്തിന്റെ ഉറവ് ഇന്ന് തന്നെ വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കും. Hallelujah. ഹല്ലേലൂയ. ചക്കരപ്പറമ്പിൽ നിന്ന് വരുന്നു. നാളുകളായി കുടുംബത്തിൽ സമാധാനമില്ല. എപ്പോഴും എല്ലാ ദിവസവും ഭാര്യയും ഭർത്താവും വഴക്കും എല്ലാമായിരുന്നു. അതുമാത്രമല്ല 19 വർഷമായി മദ്യപിക്കുമായിരുന്നു. വെറുതെ ഒരു ദിവസം തമാശയ്ക്ക് തുടങ്ങിയ മദ്യപാനം പിന്നെ അത് ഉപേക്ഷിക്കാൻ പറ്റുന്നില്ല. ഓഫ് കിട്ടുന്ന 2 ദിവസം, ആ 2 ദിവസവും ഓഫായി പോകുമായിരുന്നു. അതുപോലെ മദ്യപിക്കുമായിരുന്നു. എന്നാൽ ഒരു ഞായറാഴ്ച പാസ്റ്റർ പ്രാർത്ഥിച്ചു ഇവർക്ക് വേണ്ടി. എന്നാൽ പാസ്റ്റർ പ്രാർത്ഥിച്ച ആ ഞായറാഴ്ച തൊട്ട് കുടുംബത്തിൽ സമാധാനവും സന്തോഷവും എല്ലാം ഉണ്ടായി. വഴക്ക് മാറി, മദ്യപാനം മാറി. ബ്രദർ പറയുന്നത് ഇന്ന് വരെയും അനുഭവിക്കാത്ത ദൈവത്തിന്റെ സമാധാനം അനുഭവിച്ചു. Hallelujah. മദ്യപാനം മാറി, കുടുംബത്തിൽ സമാധാനമുണ്ട്. എത്ര വയസ്സുണ്ട്? 38 വയസ്സ്. അത്രേ ഉള്ളൂ. 38 വയസ്സിനുള്ളിൽ ചെയ്യാവുന്ന എല്ലാ വീരപരാക്രമങ്ങളും ചെയ്തു കഴിഞ്ഞു. വൈഫും പിള്ളേരും ഇവിടെ ഉണ്ടോ?
വൈഫ് ഇന്ന് വന്നിട്ടില്ല. കുഞ്ഞിന് സുഖമില്ല, കുഞ്ഞിന് പല്ലുവേദനയായിട്ട് ഇരിക്കുന്നു. ഞങ്ങൾ വൈഫിനെ കൂടി ഇന്റർവ്യൂ ചെയ്യും, ഇത് ശരിയാണോ എന്നറിയാം. ശരി, തീർച്ചയായിട്ടും. കുഴപ്പമില്ലല്ലോ. ഇല്ലല്ല, അടുത്ത ആഴ്ച പുള്ളിക്കാരുടെ സാക്ഷി ഉണ്ടാവും. അടുത്ത ആഴ്ച വൈഫിന്റെ സാക്ഷി ഉണ്ടാവും. എങ്ങനെയാണ് പെട്ടെന്ന് മദ്യപാനം നിർത്തിയതെന്ന് പറയാമോ? ഞാൻ ഒരു 6 മാസമായിട്ട് ഇവിടെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ വന്ന ആദ്യത്തെ ആഴ്ച ഇവിടെ വന്നു, പിറ്റേ ആഴ്ച ഞാൻ മദ്യപിക്കാൻ വേണ്ടി വീണ്ടും പോയി. പിറ്റേ ആഴ്ച ഞാനിവിടെ വന്നില്ല. അതിൻ്റെ പിറ്റേ ആഴ്ച ഞാൻ വന്നു, പാസ്റ്റർ എൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. ഓക്കെ. അപ്പോൾ എനിക്ക് സ്ഥിരമായിട്ട് എന്നെ വിളിക്കുന്ന 2-3 ഫ്രണ്ട്സ് ഉണ്ട്. വീക്കെൻഡ് ആയി കഴിയുമ്പോൾ അവർ വിളിക്കും, ഞാൻ പോകും. അതിൻ്റെ പിറ്റേ ആഴ്ച മുതൽ ഞാനിവിടെ കണ്ടിന്യൂ വരാൻ തുടങ്ങി. ഈവനിങ് ടൈമിലും ആരും വിളിച്ചില്ല, ഫോൺ കോൾ വരാതെയായി. ഞാൻ ആ നമ്പറുകൾ ആദ്യം തന്നെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ഓ ഗോഡ്. അതിനുശേഷം ആ നമ്പറെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. പിന്നെ ആരും തന്നെ എന്നെ വിളിച്ചിട്ടുമില്ല. കർത്താവ് ആ ബന്ധങ്ങൾ വരെ അങ്ങ് മുറിച്ച് കളഞ്ഞു, തന്നെ എടുത്തു. കർത്താവ് തന്നെ സ്വന്തമാക്കി. കർത്താവ്, ബിനു എന്ന ഈ സഹോദരന്റെ സാക്ഷി എത്ര വലുതാണ്. നീ ചെയ്ത അത്ഭുതത്തിനായി നന്ദി. തൻ്റെ ഭാര്യയ്ക്ക് നല്ല ഒരു ബിനുവിനെ കിട്ടിയല്ലോ കർത്താവെ. കുടുംബത്തിൽ സമാധാനം കൊടുത്തല്ലോ, സാമ്പത്തിക നഷ്ടം മാറ്റിയല്ലോ. എല്ലാ വിടുതലുകൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ ചേർന്ന് നന്ദി പറയുന്നു, യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ. ഇന്നത്തെ പ്രോഗ്രാം സ്പോൺസർ ചെയ്ത ജേക്കബ് അങ്കിളിനോടും ഗ്രേസ് ആൻറ്റിയോടും പ്രത്യേകിച്ച് നന്ദി പറയുന്നു. ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഈ സമയത്ത് എല്ലാവർക്കും ചേർന്ന് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവെ, ഈ പ്രാർത്ഥനയിൽ അനേകർ സൗഖ്യമാകട്ടെ. താങ്ക് യു ജീസസ്. ശരീരത്തിൻ്റെ പല സ്ഥലങ്ങളിൽ സ്പർശനശേഷിയില്ല, അല്ലെങ്കിൽ നംനെസ് ഉണ്ട്, തൊട്ടാൽ പോലും മനസ്സിലാകില്ല. അവിടെയുള്ള ആ ടച്ച് ചെയ്യുന്നതിൻ്റെ ഇഫക്റ്റ് പോലും നഷ്ടപ്പെട്ടു. അതുപോലെ നെർവുകളിലും ആ ഭാഗത്തൊക്കെ പ്രശ്നമുള്ള ഒരു വ്യക്തിയെ കർത്താവ് സൗഖ്യമാക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. മാനസിക രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ് മാനസിക രോഗങ്ങൾ സൗഖ്യമാകട്ടെ. വിടുതലുകൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ ഉണ്ടാകട്ടെ. താങ്ക് യു ലോർഡ്. അതുപോലെ വലിയ വിടുതലുകൾ പല മേഖലകളിൽ കർത്താവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആന്തരാവയവങ്ങളിൽ, ഇന്റേണൽ ഓർഗൻസിൽ വലിയ വിടുതലുകൾ കർത്താവ് ഈ സമയത്ത് ചെയ്യുന്നു. ബ്രെയിനിൽ കർത്താവ് വലിയ വിടുതലുകൾ ചെയ്യുന്നു. അതുപോലെ കണ്ണിൽ വലിയ റെസ്റ്റോറേഷൻ നടക്കുന്ന, ഐസൈറ്റ് റെസ്റ്റോറേഷൻ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ നടക്കട്ടെ. വായ്ക്കകത്ത് വലിയ വിടുതലുകൾ ഉണ്ടാകട്ടെ. ചെസ്റ്റ് പെയിൻ മാറിപ്പോട്ടെ. ഹാർട്ടിൻ്റെ വാൽവിന് പ്രശ്നമുള്ള ചിലവരെ കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കുന്നു ഇൻ ദ നെയിം ഓഫ് ജീസസ്. അതുപോലെ യൂറിനറി ബ്ലാഡർ, മൂത്രസഞ്ചിയിൽ പ്രശ്നമുള്ള ചില വ്യക്തികൾ യേശു കർത്താവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഇൻ ജീസസ് നെയിം സൗഖ്യമാകട്ടെ. ആമാശയത്തിൻ്റെ തകരാറുകൾ സൗഖ്യമാകട്ടെ. ക്യാൻസർ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. കൊളസ്ട്രോൾ നോർമലാകട്ടെ. വലിയ വിടുതലുകൾ യേശു കർത്താവിൻ്റെ നാമത്തിൽ ഇപ്പോൾ ശരീരത്തിൽ നടക്കട്ടെ ഇൻ ദ നെയിം ഓഫ് ജീസസ്. ദൂരെയൊക്കെ ഉള്ള രാജ്യങ്ങളിലും അതുപോലെ റിമോട്ടായിട്ടുള്ള ഏരിയകളിലൊക്കെ വലിയ ബ്രേക്ക് ത്രൂ കർത്താവ് തന്നുകൊണ്ടിരിക്കുക. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ പേരോ രോഗവിരമോ പറഞ്ഞില്ലെങ്കിൽ പോലും ഇപ്പോൾ വിശ്വസിക്കുക, വലിയ വിടുതൽ ഇപ്പോൾ ഉണ്ടാകട്ടെ. കുഞ്ഞുങ്ങളില്ലാത്തവർ കുഞ്ഞുങ്ങളുണ്ടാകട്ടെ. സാമ്പത്തിക വിടുതലുകൾ ഉണ്ടാകട്ടെ. വലിയ ബ്രേക്ക് ത്രൂ എല്ലാ മണ്ഡലങ്ങളിലും യേശുവിൻ്റെ നാമത്തിൽ വന്ന് ചേരട്ടെ. താങ്ക് യു ഫാദർ. അതുപോലെ ക്ഷയരോഗം, TB യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. വലിയ വിടുതൽ കർത്താവ് നീ കൽപ്പിച്ചതിനായി നന്ദി പറയുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഇന്നത്തെ പ്രോഗ്രാം കണ്ടതിനായി നന്ദി. അടുത്ത ആഴ്ചയിൽ വളരെ വളരെ പ്രധാനപ്പെട്ട ചില സന്ദേശങ്ങളുമായി വീണ്ടും ബ്ലെസ്സിംഗ് ടുഡേ നിങ്ങളുടെ വീടുകളിലെത്തുന്നു. കാണാൻ മറക്കരുത്. മറ്റുള്ളവരോട് ഈ പ്രോഗ്രാമിനെ കുറിച്ച് പറയുക. ഗോഡ് ബ്ലെസ് യു. ബൈ. Once again, welcome back to Bible and You. ഇന്നത്തെ ചോദ്യം, ദൈവത്തിന്റെ പരിശുദ്ധൻ എന്ന് യേശുവിനെ സംബോധന ചെയ്തത് ആരാണ്? ഒരിക്കൽ കൂടി ഞാൻ ചോദിക്കാം, ദൈവത്തിന്റെ പരിശുദ്ധൻ എന്ന് യേശുവിനെ സംബോധന ചെയ്തത് ആര്? ഓപ്ഷൻസ്: എ പത്രോസ്, ബി യോഹന്നാൻ, സി ശീമോൻ, ഡി മറിയ. ഒരിക്കൽ കൂടി ഞാൻ ചോദിക്കാം, ദൈവത്തിന്റെ പരിശുദ്ധൻ എന്ന് യേശുവിനെ സംബോധന ചെയ്തത് ആര്? ഓപ്ഷൻസ്: എ പത്രോസ്, ബി യോഹന്നാൻ, സി ശീമോൻ, ഡി മറിയ. ഈ ചോദ്യത്തിന്റെ ഉത്തരം അറിയാവുന്നവർ ഇപ്പോൾ തന്നെ SMS ചെയ്യുക. നിങ്ങളുടെ ഉത്തരങ്ങൾ 9958 99959 എന്ന നമ്പറിലേക്ക് SMS ചെയ്യുക.
SMS ചെയ്യേണ്ട ഫോമാറ്റ് BT സ്പേസ് ഓപ്ഷൻ A, B, C or D. നിങ്ങളുടെ SMS ഇന്ന് വൈകുന്നേരം 5 മണിക്ക് മുമ്പ് ലഭിക്കേണ്ടതാണ്. ശരി ഉത്തരം അയക്കുന്ന 5 പേർക്ക് OM-BOX നൽകുന്ന ഒരു അടിപൊളി സമ്മാനം ഞങ്ങൾ അയച്ചു തരുന്നതാണ്. സോ നാളത്തെ ബൈബിൾ ആൻഡ് ന്യൂ കാണാൻ മറക്കരുത്. പ്രാർത്ഥനയ്ക്കും മറ്റ് വിവരങ്ങൾക്കുമായി ഇപ്പോൾ തന്നെ വിളിക്കുക 0484 4222 111 0484 422 ഞങ്ങളുടെ വെബ്സൈറ്റുകൾ www.themasterministries.org, www.blessingtoday.tv, ഇമെയിൽ info@blessingtoday.tv. ഞങ്ങളുടെ അഡ്രസ് ബ്ലെസ്സിംഗ് ടുഡേ, പോസ്റ്റ് ബോക്സ് നമ്പർ 2215, ഇടപ്പള്ളി PO, കേരള, ഇന്ത്യ 682024.